സ്റ്റാലിൻ സാർ നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ചില അത്ഭുതപ്പെടുന്ന കാര്യങ്ങളാണ്. അതായത് തൃത്താലയിൽ കഴിഞ്ഞ ദിവസം ഒരു ഉറൂസിന്റെ ആഘോഷവേളയിൽ ഒരു ആനയുടെ പുറത്ത് 2-3 ആനയുടെ പുറത്ത് യഹിയ സിൻവറിന്റെയും അതുപോലെ തന്നെ കുറച്ചധികം ഹമാസ് തീവ്രവാദികളുടെയൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ട് അവരെ വീരപുരുഷന്മാരാക്കിക്കൊണ്ടുള്ള ഒരു രംഗമൊക്കെ നമ്മൾ കണ്ടു. അതിന് തൊട്ടിപ്പുറത്താണ് ആലപ്പുഴയിൽ ഒരു സർക്കാർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ഒരു വെൽനസ് ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ഈ അവിടെയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു വരുത്തിയത് കുറച്ച് ഉസ്താദുമാർ, അതായത് ഇസ്ലാമിക പ്രാർത്ഥന മാത്രം നടത്തുകയും ബാക്കിയുള്ള ആളുകൾക്ക് യാതൊരു പങ്കുമില്ലാത്ത അവസ്ഥയിലേക്ക് അവിടെ കാര്യങ്ങൾ പോവുകയൊക്കെ ചെയ്തു. ഇതെങ്ങോട്ടാണ് സർ കേരളത്തിന്റെ പോക്ക്? ഇല്ല, ഇത് ചരിത്രം ആവർത്തിക്കുകയാണ്. ഈ ജിഹാദി ആനപ്പുറത്ത് വന്നത് 325 വർഷങ്ങൾക്ക് മുമ്പാണ്. ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന കൊലയാളിയായ ജിഹാദിയാണ് ഇതിനു മുമ്പ് ആനപ്പുറത്ത് മലബാറിൽ കൂടെ വന്നത്. വന്നത് ആനപ്പടയുമായിട്ട് വന്ന് ആന കൊണ്ട് ആൾക്കാരെ കുത്തിയും ചവിട്ടിയും കൊല്ലുകയും ആന കൊണ്ട് ആൾക്കാരെ വലിച്ചു കീറുകയും ചെയ്തുകൊണ്ട് വലിയ ഹിന്ദു ക്രിസ്ത്യൻ ജനോസൈഡ് നടത്തിക്കൊണ്ടാണ് ടിപ്പുവിന്റെ പടയോട്ടം നടന്നത്. അതിന്റെ ഒരു ഓർമ്മ പുതുക്കലാണ് ശരിക്കും ഈ ആനപ്പുറത്ത് ഇത് പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നതിന്. പല മാനങ്ങളുണ്ട്, പല ഉദ്ദേശങ്ങളുണ്ട്, പല വിളംബരങ്ങളുണ്ട്. അത് പലതും കേരളത്തിലെ മീഡിയയും രാഷ്ട്രീയക്കാരും മറച്ചു വെക്കുകയാണ്. യഥാർത്ഥത്തിൽ ആനപ്പുറത്ത് ആഗോള ജിഹാദിയായ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒക്കെ പ്രദർശിപ്പിക്കുകയും അതിന് ഏറ്റവും ഭയാനകമായ വശം എന്ന് പറയുന്നത് അതിന് സ്ത്രീകളും കുട്ടികളും LDFും UDFും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അടങ്ങുന്ന കാഴ്ചക്കാർ ചീർ ചെയ്യുകയാണ്, അതിനെ ആർപ്പ് വിളിക്കുകയാണ്. ടിപ്പു വന്നപ്പോഴും ഈ അന്ന് എന്താ ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള ജിഹാദികൾ പെട്ടെന്ന് ഇവിടുത്തെ രാജ്യത്തിനെതിരെ ടിപ്പുവിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഒരു ചതിവാണ് നടന്നത്. ഒരു വിദേശ രാജ്യമായ അന്നത്തെ മൈസൂർ ടിപ്പു ഇവിടെ മലബാറിനെയും കൊച്ചിയെയും ട്രാവൻകൂറിനെയും ആക്രമിച്ചപ്പോൾ ഇവിടെയുള്ള ജിഹാദികൾ, ഇവിടെ പരമ്പരാഗതമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ജിഹാദികൾ പെട്ടെന്ന് ടിപ്പുവിന്റെ സൈഡ് പിടിച്ചു കൂടി. അതേ റെപ്പറ്റീഷനാണ് തൃത്താലയിൽ നടന്നത്. ഹമാസിനെയും ഹിസ്ബുള്ളയൊക്കെ കണ്ടപ്പം തൃത്താലയിലെ ജിഹാദികൾ ഇന്ത്യക്കാരാണെന്നുള്ള കാര്യം ഒന്ന് മറന്നുപോയി. പെട്ടെന്ന് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും കൂടെ കൂടി. അവിടെയുള്ള LDFുകാരും UDFുകാരും പെട്ടെന്ന് ഹിസ്ബുള്ളയും ഹമാസുമായി. യഥാർത്ഥത്തിൽ ആനപ്പുറത്ത് ഇരുത്തേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനെ, നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്ന സതീശനെയാണ് ഇരുത്തേണ്ടത്. ഈ ഫോട്ടോ ഹമാസിന്റെ ഹിസ്ബുള്ളയുടെയും ഫോട്ടോ പിടിച്ച് ആനപ്പുറത്ത് വരേണ്ടിയിരുന്നത് അവരായിരുന്നു. എങ്കിൽ അത് കൂടുതൽ അർത്ഥവത്തായേനെ. LDFും UDFും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും കൊടുക്കുന്ന സപ്പോർട്ടിന് കുറച്ചുകൂടെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകളുടെ ഒക്കെ മീറ്റിങ്ങിന്, കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും ഒക്കെ മീറ്റിങ്ങിന് നേരത്തെ കമ്മ്യൂണിസ്റ്റ് മീറ്റിങ്ങിന് വലിയ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ പടമൊക്കെയാണ് കാണിക്കുന്നത്. ഇനിയിപ്പോ വരുന്ന കമ്മ്യൂണിസ്റ്റ് മീറ്റിങ്ങുകളിലും പാർട്ടി മീറ്റിങ്ങുകളിലും ഒക്കെ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും പടങ്ങളായിരിക്കും കാണിക്കുന്നത്. കോൺഗ്രസിന്റെ മീറ്റിങ്ങുകളിൽ പണ്ട് തന്നെ ജിഹാദികളുടെയാണ്, ഗാന്ധി നെഹ്റു എന്നൊക്കെയുള്ള ജിഹാദികളുടെ പടങ്ങളാണ് കാണിക്കുന്നത്. ഇനിയിപ്പം ഈ ഹമാസ് ഹിസ്ബുള്ള ജിഹാദികളുടെ പടങ്ങൾ കാണിക്കാം. അപ്പൊ അങ്ങനെ മാത്രമല്ല ഗവൺമെന്റ് ചടങ്ങുകളിലും ഇനി ഒഫീഷ്യലായിട്ട്, കാരണം കേരൾ മാംഗെ ആസാദി എന്ന് ഇവര് മൊത്തം കേരളത്തെ ആസാദ് കേരളമാക്കാൻ 2015 തുടങ്ങി ഈ ജിഹാദിയും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കേരളത്തിലെ മീഡിയയും കൂടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഏകദേശം നടന്നു എന്നാണ് തോന്നുന്നത്. ഈ വിളംബരമൊക്കെ സൂചിപ്പിക്കുന്നത് കേരളം ഏകദേശം ISIS ആസാദ് കേരളമായി JNUവിൽ വിളിച്ച പോലെ ആയി എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇനിയിപ്പോ ഉദ്ഘാടനത്തിന് തുപ്പൽ ബിരിയാണി, പുതിയ ബിൽഡിംഗ് ഒക്കെ തുപ്പി അതിനെ ശരിയാക്കുക, അങ്ങനെ തുപ്പി ഉദ്ഘാടനം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളെല്ലാം വരും. അതുകൊണ്ട് എല്ലാ പരിപാടികളും കാശ്മീരിൽ 1980 കണ്ട എല്ലാ പരിപാടികളും കേരളത്തിലും വരും. ഗലീവിയ, ചലീവ്, കൂട്ടക്കൊല, ജനോസൈഡ്, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും വരും. ആന മാത്രമല്ല, കുറെ കുതിരയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് NIA വന്ന് ഇവന്മാരുടെ എല്ലാം ഒരു 2-2.5 വർഷം മുമ്പ് റെയ്ഡ് ചെയ്തതോടുകൂടി കുതിരയൊക്കെ വിറ്റു. അല്ലെങ്കിൽ കുതിരപ്പുറത്തും വന്നതിനെ പടമൊക്കെ ആയിട്ട് കുതിരയെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സ്വതന്ത്ര കേരളം ഉണ്ടാകുമ്പോൾ റെഡിയാക്കാൻ വേണ്ടി കുതിരയെല്ലാം വിറ്റു, മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാന്ന് പറഞ്ഞ്. ആനയെ എവിടുന്ന് കൊണ്ടുവന്നതെന്ന് അറിയില്ല. എന്താണെങ്കിലും ജിഹാദികൾ വളരെ ഉറപ്പിച്ചു തന്നെയാണ് കേരളത്തെ ഇന്ത്യയിൽ നിന്നും സ്വതന്ത്രമാക്കുമെന്നും അത് ഈ ഇസ്രായേലിന് ഗാസ പോലെ കേരളത്തിന്റെ തീരം കേന്ദ്ര ഗവൺമെന്റിന് ഒരു പ്രശ്നമാകുമെന്നും വളരെ കൃത്യമായിട്ട് അവർ അനൗൺസ് ചെയ്യുകയാണ്. മാത്രമല്ല ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഹമാസും ഹിസ്ബുള്ളയും ഉള്ളത് കേരളത്തിലാണ്. ഏതാണ്ട് 10,000-15,000 ഹമാസും ഹിസ്ബുള്ളയും ഉള്ളൂ ഇസ്രായേലിലും ഗാസയിലും അവിടെയൊക്കെ ആയിട്ട്. പക്ഷെ കേരളത്തിൽ ഏകദേശം 1 കോടി ആൾക്കാരാണ് ഹമാസിനെയും ഹിസ്ബുള്ളയും പിന്തുണയ്ക്കുന്നത്. അപ്പോ ഇസ്രായേലും അമേരിക്കയൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ കേരളത്തിൽ എത്തേണ്ടി വരും എന്നതാണ് ഈ പ്രശ്നങ്ങൾ കാണിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഒഫീഷ്യലായി വഖഫ് ആക്കപ്പെട്ടിരിക്കുകയാണ്.
ഗവൺമെന്റിന്റെ ഉദ്ഘാടനവും ഗവൺമെന്റിന്റെ പരിപാടികളും ഗവൺമെന്റിന്റെ ചെലവുകളും എല്ലാം വക്കഫാക്കപ്പെട്ടിരിക്കുകയാണ്. ഖജനാവും വക്കഫാക്കപ്പെട്ടു. ഉസ്താദുമാർക്കൊക്കെ ഇപ്പൊ IAS ശമ്പളവും ബെനിഫിറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഇതിന് മദ്രസയ്ക്കും ആൾക്കാർക്കും ഒക്കെ. അതിപ്പോ ഒരു 5-6 വർഷമായിട്ട് അവർക്ക് വലിയ വലിയ വരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ അവരിനിയിപ്പോ ഉദ്ഘാടനമൊക്കെ കളക്ടറും SP ഒക്കെ ശമ്പളം ഉസ്താദിന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി ഉദ്ഘാടനം എന്തിനാ കളക്ടറും SP ഒക്കെ ഉസ്താദ് തന്നെ ചെയ്യുക. അതിലേക്ക് കാര്യങ്ങള് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെല്ലാം ഭയങ്കരം. ഇന്നലെ കൊല്ലത്ത് വഖഫ് സംരക്ഷണ സമിതി എന്നും പറഞ്ഞ PFIയുടെ SDPIയുടെ എല്ലാം വലിയ റാലി ഉണ്ടായിരുന്നു. അതിലെ മുദ്രാവാക്യങ്ങളും അതിലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും പ്രാതിനിധ്യവും അവരുടെ കേന്ദ്ര ഗവൺമെന്റിനോടുള്ള വെല്ലുവിളിയൊക്കെ കൃത്യമായിട്ട് ഒരു കാര്യം ഉന്നയിക്കുന്നുണ്ട്. അത് കേരളത്തിലെ എല്ലാ ഇന്റലിജൻസ് ഏജൻസികളും കേന്ദ്രത്തിന്റെ ഇന്റലിജൻസ് ഏജൻസികളും നോട്ട് ചെയ്യേണ്ടതാണ്. ജിഹാദികൾ കോമ്പാറ്റ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ ജിഹാദികൾ സെഡിഷന് വേണ്ടി കോമ്പാറ്റ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. സൈന്യത്തിന് പോലും അവരെ നിയന്ത്രിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടും. കുട്ടമ്പള്ള പോലീസ് ഒന്നും കേരളത്തിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവർ ഓടത്തേ ഉള്ളൂ. അത് ഇവിടെ പോലീസിനെ കൊണ്ടൊന്നും കൊള്ളത്തില്ല എന്നുള്ള കാര്യം കേരളത്തിൽ തെളിഞ്ഞു കഴിഞ്ഞു. ജുഡീഷ്യറി സൈലന്റ് ആണ്. മീഡിയ കംപ്ലീറ്റ് ഭയന്നിരിക്കുന്നു. സാമൂഹ്യ സാംസ്കാരിക പട്ടികൾ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന ആൾക്കാർ സൈലന്റ് ആയിരിക്കുന്നു. ഇതുപോലത്തെ ഭീകരവാദ പ്രവർത്തനങ്ങളെയും അതിന്റെ പ്രൊമോഷനെയും തടയാൻ നിയുക്തരായപ്പെട്ടവർ പേടിച്ചു പോയിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ വിട്ടുന്നില്ല. കംപ്ലീറ്റ് കളം ജിഹാദി പിടിച്ചടക്കിയിരിക്കുന്നു. ഗവൺമെന്റിന്റെയും പ്രതിപക്ഷത്തിന്റെയും പോലീസിന്റെയും മീഡിയയുടെയും പിന്തുണയോടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതാണ് ഇതിനകത്ത്. ഇവരാരും എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവരെല്ലാം ഇതിന് പിന്തുണ കൊടുക്കുകയാണ്. എന്നിട്ട് ന്യായീകരണ പോസ്റ്റുകളും ന്യായീകരണ എക്സ്പ്ലനേഷൻസും ഇറക്കി കൊടുക്കുകയാണ്. ഒരു അന്താരാഷ്ട്ര ഭീകര സംഘടനകൾ കേരളത്തില് എല്ലായിടത്തും ന്യായീകരിക്കപ്പെടുകയാണ്. 1921 റിപ്പീറ്റ് ചെയ്യാനുള്ള പരിപാടികളാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വാര്യംകുന്നന്റെ അലിമുസറിയാളുടെ ഒക്കെ ജയന്തിയോ സമാധിയോ ഒക്കെ ആഘോഷിക്കുന്നു. അവരെ പറ്റിയുള്ള ലേഖനങ്ങൾ വരുന്നു, PhD തീസിസുകൾ വരുന്നു, സെമിനാറുകളും കാര്യങ്ങളും വരുന്നു. ഇതിനെല്ലാത്തിലും ആക്റ്റീവായിട്ട് കോൺഗ്രസിന്റെ വാർഡ് മെമ്പർ തുടങ്ങി ഉന്നത നേതാക്കൾ വരെ പങ്കെടുക്കുന്നു. കേന്ദ്രത്തിൽ 10ഓളം കോൺഗ്രസ് നേതാക്കന്മാര് പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമം അംഗീകരിക്കത്തില്ല, വഖഫിനെ സംബന്ധിച്ചും മറ്റു പാർലമെന്റിന്റെ വ്യക്തി നിയമങ്ങളൊന്നും അംഗീകരിക്കത്തില്ല, ഞങ്ങൾ മത നിയമമേ അംഗീകരിക്കത്തുള്ളൂ, ശരിയായേ അംഗീകരിക്കത്തുള്ളൂ എന്ന് പരസ്യമായിട്ട് കോൺഗ്രസിന്റെ 10ഓളം നേതാക്കൾ പ്രസ്താവന ഇറങ്ങി. കേരളത്തിൽ നിന്ന് പോയ നമ്മുടെ ഒരു MP ജോസഫ് മണിയൻ എന്ന് പറയും, കൊടിക്കുന്നിൽ നിന്ന് വാങ്ങേണ്ട അയാളുടെ ഇപ്പോഴത്തെ പേരും തോന്നുന്നു. അയാൾ പറയുന്നത് പല്ലും നഖവും ഉപയോഗിച്ച് ആക്രമിക്കുന്നതാണ്. എന്റെ മാതാവേ, പല്ലും നഖവും പോരെന്നാണ് പറയുന്നത്. ആ പല്ലും നഖവും വെച്ച് ആക്രമിക്കുന്നതാണ് പറയുന്നത്. അയാളുടെയൊക്കെ കോലമൊക്കെ കത്തിക്കുന്നുണ്ട് കേരളത്തിൽ പലരും. പക്ഷെങ്കില് വലിയൊരു പ്രൊമോഷൻ ഈ ഭീകര പ്രവർത്തനങ്ങൾക്കും ഭീകര പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നവർക്കും ഭീകര സംഘടനകൾക്കും കേരളത്തിൽ കിട്ടുന്നു. വലിയൊരു സ്വീകാര്യത കിട്ടുന്നു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ജിഹാദികൾ മുന്നോട്ട് വരുന്നു. അതുകൊണ്ട് അവർ കൃത്യമായിട്ട് വളരെ ഓപ്പൺ ആയിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും ഭരണഘടനയും ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. നാട്ടുകാരെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. അവർ കോമ്പാറ്റ് റെഡി ആണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാർ, ഇവിടെ 2 സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഒന്ന്, കോഴിക്കോട് ജില്ലയിലെ കായക്കോടിക്കടുത്ത് ഒരു സ്കൂള്, മാനേജ്മെന്റ് സ്കൂളാണ്. ആ മാനേജ്മെന്റ് സ്കൂളിൽ അവിടുത്തെ മാനേജ്മെന്റ് ചേർന്നുകൊണ്ട് ഒരു കെട്ടിടം പണി പൂർത്തിയായപ്പോൾ അവിടെ ഈ കുട്ടികളൊന്നും ഇല്ലാത്ത സമയത്ത് അധ്യയനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഗണപതി ഹോമം നടത്തി. അവിടത്തേക്ക് CPMന്റെയും DYFIയുടെ നേതൃത്വത്തിൽ വലിയ മാർച്ച് നടക്കുകയും അത് വലിയ വിവാദമാവുകയും ഒടുവിൽ ആ മാനേജരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നേരെ തിരിച്ച് ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ഇവിടെ CPMO DYFIയോ യൂത്ത് കോൺഗ്രസോ ഒന്നും മിണ്ടാത്ത ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അത് ഇനിയും ആളുകൾക്ക് മനസ്സിലാവുന്നില്ലേ എന്നതാണ് ഒരു സംശയം. രണ്ടാമത്തത്, ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എന്തുകൊണ്ടാണ് കാര്യമായ രീതിയിൽ ഒന്നും ചെയ്യാത്തത് എന്നൊരു ചോദ്യം കൂടെ, അല്ലെങ്കിൽ ഒരു വിമർശനം കൂടെ ഉയർന്നു വരുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ BJP പോലും വേണ്ടത്ര രീതിയിൽ പ്രതിഷേധിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രതികരിക്കുന്നില്ല. അല്ല, അതിനകത്ത് ലോ ആൻഡ് ഓർഡർ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ട് കേരളത്തിന്റെ കയ്യിലാണ്. കേരളമാണ് അത് ചെയ്യേണ്ടത്. കേന്ദ്രത്തിന് ഡയറക്റ്റ് ആയിട്ട് ഇന്റർഫിയർ പറ്റത്തില്ല. എന്തെങ്കിലും നടപടി വന്നാൽ മാത്രമേ, ഭീകരപ്രവർത്തനം നടന്നാൽ മാത്രമേ കേന്ദ്രം വരത്തുള്ളൂ. ഇപ്പൊ ഇവിടെ 1921 മോഡൽ ജനോസൈഡും പരിപാടിയും കലാപവും തുടങ്ങുകയാണെങ്കിൽ കേരള പോലീസ് ഓടും. കേരള പോലീസും ഗവൺമെന്റും പ്രതിപക്ഷവും ഓടിക്കഴിഞ്ഞിട്ടേ കേന്ദ്രത്തിന് വരാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് ഇത് വരുമെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് കേന്ദ്രത്തിന് വരാൻ പറ്റത്തില്ല. കേരളത്തിലെ ഗവൺമെന്റും പോലീസും ജുഡീഷ്യറിയും മീഡിയയും പരാജയപ്പെട്ട് കഴിഞ്ഞിട്ടേ കേന്ദ്രത്തിന് വരാൻ പറ്റത്തുള്ളൂ. അത് മിക്കവാറും ഉടനെ ഉണ്ടാവും. അപ്പൊ അതിനുള്ള ലെവലിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. കേന്ദ്രം റെഡി, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം കേന്ദ്രം റെഡിയാണ്.
കേന്ദ്രം റെഡിയാണ്. ഇവിടെ സെലിഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ കേന്ദ്രം ഇടപെടും. കേന്ദ്രം പുറകോട്ടൊന്നും മാറത്തില്ല, അക്കാര്യത്തിൽ സംശയം വേണ്ട. ഇനി രണ്ടാമത് ഈ സ്കൂളിൽ നടന്ന കാര്യത്തെ പറ്റി പറയാം. സ്കൂൾ മാനേജ്മെന്റിന് ഏത് മാനേജ്മെന്റ് ആണോ അത് നടത്തുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാം. പിള്ളേരെ ബാധിക്കരുത് എന്നുള്ളതേ ഉള്ളൂ. പൂജ നടത്തുവോ വെഞ്ചരിക്കുവോ എന്ത് വേണേൽ ചെയ്യാം. ഇപ്പൊ ക്രിസ്ത്യൻ സ്കൂളുകൾ ബിൽഡിംഗ് പണി കഴിഞ്ഞ് മെത്രാണിച്ചം വന്ന് വെഞ്ചരിച്ചിട്ടാണ് അത് സ്കൂളാകുന്നത്. അതുപോലെ തന്നെ ഹിന്ദുക്കൾക്ക് പൂജ നടത്തുവോ ചെയ്യാം. കോഴിക്കോട് സംഭവിച്ചത് അവിടുത്തെ മാനേജ്മെന്റിന് ചൊറയില്ലാഞ്ഞിട്ടാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ സ്കൂളാണ്, സൗകര്യമുള്ളത് ചെയ്യും, പോടാ പുല്ലെന്ന് പറയാനുള്ള ധൈര്യം വേണമായിരുന്നു അങ്ങേർക്ക്. അവിടുത്തെ മാനേജ്മെന്റ് നിക്കറിൽ അപ്പിയിട്ടേന് നാട്ടുകാരെന്ത് ചെയ്യാനാ? മാനേജ്മെന്റ് ധൈര്യമായിട്ട് നിൽക്കണമായിരുന്നു. ഞാൻ പണിയിച്ച സ്കൂളാണ്, ഞാൻ ഇവിടെ ഗണപതി ഹോമം നടത്തും, ഇനിയും ഹോമം നടത്തും എന്ന് പറയാനുള്ള തന്റെ ഇടം കാണിക്കണമായിരുന്നു. അവരത് ചെയ്തില്ല. അവർ പേടിച്ചുപോയി, സാധുക്കൾ പേടിച്ചുപോയി. പക്ഷെ ഇതേ സമയത്ത് ഇതേ പരിപാടി ഒരു ക്രിസ്ത്യൻ സ്കൂളുകളും കോളേജുകളും വരുന്നുണ്ട്, അത് വെഞ്ചരിക്കും. ധൈര്യം ഉണ്ടെ തരട്ടെ. DYFIയോ KSUO DYFIയോ ഒരു പള്ളിയുടെ അനുബന്ധിച്ചുള്ള സ്കൂൾ വെഞ്ചരിക്കുന്നു തടയട്ടെ. നടക്കുകയല്ല, ഓടിച്ചുകൂടി ഞങ്ങള്. അപ്പൊ ഇത് ഞങ്ങളുടെ സ്കൂളിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കലെന്ന് പറഞ്ഞുകൊണ്ട് വി ടി സതീശനും പാർട്ടിയും പ്രശ്നം ഉണ്ടാക്കി. ഓടിച്ചു വിട്ടാമാരെ കോൺഗ്രസ്സുകാരെ. ഞങ്ങൾ വെല്ലുവിളിച്ചതാ, ധൈര്യമുണ്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന് വരാൻ. ഒരുത്തിനും വന്നില്ല. കോൺഗ്രസ് എല്ലാം പേടിച്ച് വീട്ടിൽ കയറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എംപിമാരാണ്. അവരോട് ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതിയായിരുന്നു. ഈ കോഴിക്കോട്ടെ സ്കൂളുകാരൻ ചോദിക്കേണ്ടത്, ആരാടാ അഭിമന്യുവിനെ കൊന്നത്? പ്രതികളെ പിടിച്ചോ, ശിക്ഷിച്ചോ? ഉത്തരവുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരന്? അഭിമന്യുവിന്റെ പ്രതിയെ ഇപ്പോഴും പിടിച്ചിട്ടില്ല, യഥാർത്ഥ പ്രതിയെ പിടിച്ചിട്ടില്ല, ഗൂഢാലോചന തെളിയിച്ചിട്ടില്ല. എന്നിട്ടാണ് SFI DYFI ഒക്കെ വീരവാദം ഇറക്കിക്കൊണ്ട് നടക്കുന്നത്. ഇതിലേക്ക് അവരെയൊക്കെ വിട്ടുകളാ. പക്ഷെ അതിലും കൂടുതലായിട്ടുള്ള ഒരു കാര്യം, ഒരു കോമ്പാറ്റ് സിറ്റുവേഷനിലേക്ക് കാര്യം മാറിയാൽ ഇപ്പൊ ഇവര് മോഡലാക്കിയിരിക്കുന്നത് ഹമാസിനെയും ഹിസ്ബുള്ളയാണ്. അവര് ഭീകരവാദികളാണ്, അവര് കോമ്പാറ്റ് റെഡിയാണ്. ലോകത്തെല്ലായിടത്തും ഹമാസും ഹിസ്ബുള്ളയും കോമ്പാറ്റ് റെഡിയാണ്. അതുകൊണ്ട് കേരളത്തിലുള്ള ഹമാസും ഹിസ്ബുള്ളയും കോമ്പാറ്റ് റെഡിയാണ്. അതാർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. പല പേരിലും ഭാവത്തിലും രൂപത്തിലും ഒക്കെ ഉണ്ടെങ്കിലും അവരെല്ലാം കോമ്പാറ്റ് റെഡിയാണ്. അവരുടെ സ്ത്രീകളും കുട്ടികളും കോമ്പാറ്റ് റെഡിയാണ്. അതുകൊണ്ട് കേന്ദ്രം റെഡി ആയിരിക്കുക എന്ന് ഉണ്ടെങ്കിൽ തന്നെയും കേരളവും റെഡി ആകേണ്ടതുണ്ട്. ഗവൺമെന്റ് എന്തും ആയിക്കോട്ടെ, അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും ആരും ആയിക്കോട്ടെ, കേരളത്തിലെ പോലീസിന് ഉത്തരവാദിത്വമുണ്ട്, കോമ്പാറ്റ് റെഡി ആയിരിക്കുക. കേരളത്തിലെ പാരാമിലിറ്ററിക്ക് ഉത്തരവാദിത്വമുണ്ട്, കോമ്പാറ്റ് റെഡി ആയിരിക്കുക. ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് 1921 സിറ്റുവേഷൻ ഉണ്ടാകാം. പ്രത്യേകിച്ചും വഖഫ് ബില്ലൊക്കെ വരുന്ന സാഹചര്യത്തിൽ കൊല്ലത്ത് ഈ വെല്ലുവിളി, അവല് മലര് കുന്തിരിക്കും രീതിയിലുള്ള വെല്ലുവിളികളുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കൊല്ലത്ത്. അപ്പോ റെഡി ആയിട്ടിരിക്കേണ്ട ജനങ്ങളെ സംരക്ഷിക്കേണ്ട, ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ട ചുമതലയുണ്ട്. ഇവിടെ അക്രമം നടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഈ അക്രമം നടത്തുന്ന ഹമാസിനെയും ഹിസ്ബുള്ളയെയും അഡ്വാൻസ് ആയിട്ട് അറസ്റ്റ് ചെയ്ത് അകത്തിടാനുള്ളതുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു FIR ഇട്ടിട്ടില്ല. കേരളത്തിലെ മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല, പേടിച്ചിരിക്കുകയാണ്. സത്യം പറയും, നേര് പറയും, നേരത്തെ പറയും, നേരുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ മീഡിയകൾ ഇപ്പൊ മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ, 24, അങ്ങനെ സുഡാപ്പി1, അങ്ങനെ അനേകം ചാനലുകളുണ്ട്, 10-20 ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്. ആരും സത്യം പറയുന്നില്ല, എല്ലാവരും വിറയ്ക്കുകയാണ്. അങ്ങനെ വിറച്ച് എത്ര കാലം ജീവിക്കും? എത്ര നാൾ വിറയ്ക്കും? എത്ര നാൾ കവറപ്പ് ചെയ്യും? അപ്പൊ ഇത് വലിയൊരു ദുരന്തത്തിലേക്കാണ് കേരളം പോകുന്നത്, വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ സമ്മതിക്കുന്നു, കേന്ദ്രവും ഇടപെടണം. കേന്ദ്രവും ഇടപെട്ടേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും. എന്തായാലും പറയാം സാർ. അതായത് ഇതിന് കേന്ദ്രം ഉടനടി ഇവിടെ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ അഫ്സ്പ എന്ന് പറയുന്ന നിയമം നടപ്പിലാക്കണം. 356 പ്രയോഗിക്കണം. കേരള ഗവൺമെന്റ് ജിഹാദികളുടെ കൂടെ ഓപ്പൺ ആയിട്ട് കൂടിയിരിക്കുകയാണ്. ജിഹാദികളെ തടയുന്നതിൽ കേരള ഗവൺമെന്റ് പരാജയപ്പെട്ടു. അപ്പൊ കേരള ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്ത് സെൻട്രൽ റൂൾ ഇപ്പൊ മണിപ്പൂരിൽ ചെയ്ത അതേ കാര്യം, മണിപ്പൂർ കാര്യം ഇവിടെ ഒരു വർഷമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മണിപ്പൂരിൽ സെൻട്രൽ റൂൾ കൊണ്ടുവന്നപ്പോ അവിടെ നന്നായി, അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അതുകൊണ്ട് ഈ മണിപ്പൂർ എന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ഇടതനും വലതനും വേണ്ട സാധനം മണിപ്പൂർ തന്നെയാണ്. മണിപ്പൂരിലെ പോലത്തെ കേന്ദ്ര ഭരണവും അഫ്സ്പയും ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ആർമിയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളം നന്നാവും. അതുകൊണ്ട് ഈ മണിപ്പൂർ മോഡൽ ആവശ്യപ്പെട്ട ഇടതനും വലതിനും കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് 356 നടപ്പിലാക്കി കേരളത്തിൽ രാഷ്ട്രപതി ഭരണം, ഗവർണർ ഭരണം ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. സൈന്യത്തെ ചുമതലയേൽപ്പിക്കുക. കാരണം കേരള പോലീസ് 100% പരാജയപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും. എന്തായാലും ഹസൻ നസറുള്ളയുടേതും അതുപോലെ തന്നെ യഹ്യ സിൻവറിന്റെയും ഒക്കെ ഫോട്ടോ വെച്ചുകൊണ്ട് ധൈര്യസമേതം ജനങ്ങളിലേക്ക് ഇറങ്ങി അത് പ്രചരിപ്പിക്കാൻ കാണിക്കുന്ന ധൈര്യം അതത്ര നല്ലതല്ല എന്ന് തന്നെയാണ് നമുക്കും ഈ ചർച്ചയിലൂടെ മനസ്സിലാവുന്നത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.